ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മുടെ Q&A ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ, ആക്ച്വലി ഇത് ഒരുപാട് പേര് ചോദിച്ച കാര്യമൊന്നുമല്ല, ഒരാൾ ചോദിച്ചൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് ആ ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് അഡ്രസ് ചെയ്യാൻ വിചാരിച്ചത്. ഇത് ഇന്നലെയും ചോദിച്ചാൽ ലൈക്ക് 1 month ബിഫോർലി ഉണ്ടായിരുന്ന ഒരു കമന്റ് ആയിരുന്നു. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ, അതിനകത്ത് ഉണ്ടായിരുന്ന ഇതാണ്: ഞാൻ സൺസ്ക്രീനിന്റെ അലർജീസിനെ പറ്റി പറഞ്ഞൊരു വീഡിയോയുടെ കമന്റിൽ ഏത് വീഡിയോ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒത്തിരി കമന്റ് നോക്കിയപ്പോൾ കണ്ടതാണ് ഓക്സിബെൻസോൺ അല്ലെങ്കിൽ OMC എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ സ്കിന്നിന് നല്ലതല്ല, അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണോ ഇത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് കറക്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഓർക്കുന്നില്ല. എനിവേസ്, പക്ഷെ ഇതായിരുന്നു അതിന്റെ കോണ്ടെക്സ്റ്റ്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ, സത്യമാണ്, നമ്മൾ ഓക്സിബെൻസോൺ എന്ന് പറയുന്ന സാധനം കുറെ റിസർച്ചുകൾ നടത്തിയപ്പോഴത്തേക്കും ഹാർംഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹോർമോണൽ വേരിയേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ സ്റ്റഡീസ് ഒന്നും നടത്തിയിരിക്കുന്നത് ഹ്യൂമൻസിലല്ല, അനിമൽസിലാണ്. മാത്രമല്ല ഹ്യൂമൻസിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് ഇതുവരെ നടത്തിയിട്ടില്ല. മാത്രമല്ല ഇത്രയും കാലമായിട്ട് ഓക്സിബെൻസോൺ യൂസ് ചെയ്തുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഹോർമോണൽ ഡിഫക്ട്സ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ സൺസ്ക്രീൻ നമ്മൾ ബോഡിയിലോട്ട് അപ്ലൈ ചെയ്യുന്ന സാധനമാണ്. നമ്മൾ കഴിക്കുന്നതല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യല്ലേ. അപ്പൊ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ടുള്ള അബ്സോർപ്ഷൻ ഒരു പരിധി ഉണ്ട്. ഓവർ ആയിട്ടൊന്നും അത് അബ്സോർവ് ആവാൻ പോണില്ല. അപ്പൊ അതിനൊരു മാക്സിമം 2 ലെയർ വരെയൊക്കെ അബ്സോർവ് ആവുന്നുള്ളൂ. ബ്ലഡ് സ്ട്രീമിൽ പോയാലും അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഈ പറയുന്ന നമുക്ക് FDA അപ്രൂവ് ചെയ്ത എമൗണ്ട് ഓക്സിബെൻസോൺ ഫിൽറ്റേഴ്സ് ആണ് നമ്മൾ നമ്മുടെ സൺസ്ക്രീനകത്ത് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും നമുക്കൊരു ഹാർംഫുൾ ആയിട്ടുള്ള സാധനമല്ല. പിന്നെ നിങ്ങൾക്ക് ഓക്സിബെൻസോൺ അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫിസിക്കൽ സൺസ്ക്രീൻ വേണം, ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ ആണ് നല്ലത്. അതായത് ടൈറ്റാനിയം ഓക്സിഡും സിങ്ക് ഓക്സിഡും ഉള്ള സൺസ്ക്രീൻ ആണ് നല്ലത്. ഇപ്പൊ ഓക്സിബെൻസോൺ അല്ലെങ്കിൽ ആവോബെൻസിൻ എന്നൊക്കെ പറയുന്ന കെമിക്കൽ ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ ആണ്. അപ്പൊ ഇത് ഉപയോഗിച്ചു എന്നും പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഹോർമോണൽ പ്രശ്നങ്ങളൊന്നും വരാൻ പോണില്ല, സേഫ് ആണ് യൂസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. കാരണം അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കേണ്ട. നമ്മളത് കഴിക്കാത്തിടത്തോളം, നമ്മൾ കൊണ്ടത് കഴിക്കാത്തിടത്തോളം കാലം ഇത് പ്രശ്നമുള്ള കാര്യമല്ല. കെമിക്കൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ സിസ്റ്റമിക് സൺസ്ക്രീനകത്താണ്, സിസ്റ്റമിക്കും കെമിക്കലും ഒന്നാണ്. ഈ ഹൈബ്രിഡ് സൺസ്ക്രീനകത്താണ് ഇത് കൂടുതലും വരുന്നത്. അപ്പൊ അത് മനസ്സിലായില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേര് പറയും, ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് കറക്കും. ഞാനിത് ഓൾറെഡി നമ്മൾ അഡ്രസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒന്നുകൂടെ പറയാം, നമ്മൾ സൺസ്ക്രീൻ കാരണം നമ്മൾ കറക്കാനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ അതിനകത്തുള്ള ഫിൽറ്റേഴ്സ്, അതായത് സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ്, ഇതൊക്കെ നമുക്ക് അലർജീസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ അത് നമുക്ക് ഡാർക്ക്നെസ് വരാം. ചിലപ്പോൾ സിങ്ക് ഓക്സൈഡ് ആവും, ചിലപ്പോൾ ടൈറ്റാനിയം ഓക്സൈഡ് ആവും. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കും അത് വരുന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ, ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ച് ബ്രൗൺ സ്കിൻ ടോണിലുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് സ്കിൻ ടോണിലുള്ള ആൾക്കാരാണെങ്കിൽ ഈ സൺസ്ക്രീൻ കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉള്ളതാണെങ്കിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ആഷി അപ്പിയറൻസ് വരും. അപ്പൊ നാച്ചുറലി നമ്മുടെ സ്കിൻ ഒന്ന് ഡാർക്ക് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് തോന്നും. ചിലപ്പോൾ സൺസ്ക്രീൻ കഴുകി കളയുമ്പോൾ ആ ഡാർക്ക്നെസ് മാറുകയും ചെയ്യും. അതാ സൺസ്ക്രീനിന്റെ വൈറ്റ് കാസ്റ്റ് കാരണം വരുന്നതാണ്. മൂന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ സൺസ്ക്രീൻ ലോഷൻ ടൈപ്പ് സൺസ്ക്രീൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഒരുപാട് ഓയിൽ പ്രൊഡക്ഷൻ വരും. അപ്പൊ ഓയിൽനെസ് കാരണം നമുക്ക് ആ ഒരു ഓയിൽ വരുമ്പോഴത്തേക്ക് ലൈറ്റിന്റെ എഫക്റ്റ് ആണ് നമുക്ക് ഡാർക്ക്നെസ് തോന്നാം. അപ്പൊ ഈ 3 റീസൺ കാരണമാണ് നമുക്ക് സൺസ്ക്രീൻസ് കുറച്ച് ഡാർക്ക് ആയിട്ട് തോന്നിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് റെമഡീസ് ആയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഓക്സൈഡും ഇല്ലാത്ത സൺസ്ക്രീനുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നത്. അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആവോബെൻസിന്റെ കാര്യം ഓക്സിബെൻസിന്റെ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു. കാരണം ഒരു ഡൗട്ട് വരരുതല്ലോ. അപ്പൊ ഞാൻ ഇത് ഉപയോഗിക്കാൻ പറയുമ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതുകൊണ്ട് സോ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് കെമിക്കൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ സിസ്റ്റമിക് സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാം. എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് ഇൻഗ്രീഡിയൻ ലിസ്റ്റിലോട്ട് നോക്കുക, ഏത് ഫിൽറ്റർ ആണ് അത് യൂസ് ചെയ്തതെന്ന് ശ്രദ്ധിക്കുക. ടൈറ്റാനിയം ഓക്സൈഡ് ആണെങ്കിൽ സിങ്ക് ഓക്സൈഡ് സൺസ്ക്രീൻ യൂസ് ചെയ്താലും മതി. നിങ്ങൾക്ക് ഫിസിക്കൽ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളെങ്കിൽ അപ്പൊ അങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് ആ വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ ആണ് പറ്റാത്തെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സൺസ്ക്രീൻസുകൾ കിട്ടും, അത് യൂസ് ചെയ്യാം. അതായത് കുറച്ച് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ, കുറച്ച് വെള്ള കളർ ആണെങ്കിൽ പോലും നമ്മൾ മുഖത്തിടുമ്പോൾ നമുക്ക് ആ ഒരു വൈറ്റ്നസ് ഫീൽ ചെയ്യാത്ത സൺസ്ക്രീൻ ഉണ്ടാവുമല്ലോ, ഇൻവിസിബിൾ ടൈപ്സ്, അങ്ങനത്തെ സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഓയിൽനെസ് ആണെങ്കിൽ, ഒന്നുകിൽ ഓയിൽനെസ് കാരണമാണ് അത് തോന്നുന്നെങ്കിൽ ഒന്നുകിൽ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും സാധാരണ ഒരു കോമ്പാക്ട് പൗഡർ ഒന്ന് അതിന്റെ മുകളിൽ ടോപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഡാർക്ക്നെസ് വരാതിരിക്കാനും പറ്റും. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൺസ്ക്രീനിന്റെ ഡാർക്ക്നെസ് കവർ ചെയ്യാൻ, ഡാർക്ക്നെസിന്റെ ഉള്ള പ്രശ്നം മാറ്റാൻ പറ്റും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ക്ലിയർ ആയാലും, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഞാൻ അഡ്രസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് പേർക്ക് ആ ഡൗട്ട് വീണ്ടും വരുന്നതുകൊണ്ടാണ് പറയുന്നത്. എത്രയോട് പറഞ്ഞു തരാൻ എനിക്ക് പ്രശ്നമില്ല. അപ്പൊ അതാണ് സൺസ്ക്രീനെ പറ്റിയുള്ള ഒരു കാര്യം. അടുത്ത സൺസ്ക്രീൻ ഡൗട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ,
ഡ്രൈ സ്കിൻകാർക്ക് പറ്റിയ സൺസ്ക്രീൻ ഏത്, ഓയിലി സ്കിൻകാർക്ക്, കോമ്പിനേഷൻ സ്കിൻകാർക്ക്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് മനസ്സിലാക്കുക, ഡ്രൈ സ്കിൻകാർക്ക് മാറ്റ് സൺസ്ക്രീൻ അല്ലാത്ത അല്ലെങ്കിൽ ജെൽ ടൈപ്ഡ് ആയിട്ടുള്ള, അതായത് ഇടുമ്പോഴും മാറ്റ് ഫിനിഷ് വരുന്ന സൺസ്ക്രീൻ അല്ലാത്ത എല്ലാ സൺസ്ക്രീനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കൂടുതൽ ലോഷൻ ടൈപ്പ് ആണ് നല്ലത്, ബട്ട് സ്റ്റിൽ മാറ്റ് ഫിനിഷോ ജെൽ ടൈപ്പോ അല്ലാത്ത ഏത് സൺസ്ക്രീൻ യൂസ് ചെയ്താലും നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ജെൽ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ നിങ്ങൾ മോയ്സ്ചറൈസർ കുറച്ച് തിക്കായിട്ടുള്ള യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ജെൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാനും പോണില്ല. പക്ഷെ മാറ്റ് ഫിനിഷ് യൂസ് ചെയ്യരുത്, കാരണം ഓൾറെഡി ഡ്രൈ ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഫേസിലോട്ട് വീണ്ടും നമ്മൾ മാറ്റ് ഫിനിഷ് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അത് ഡ്രൈ ആയിട്ട് വരാനുള്ള ചാൻസ്, ഡ്രൈനെസ് തോന്നിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ മാറ്റ് ഫിനിഷ് അല്ലാത്ത സൺസ്ക്രീൻസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ മാക്സിമം സൺസ്ക്രീൻ ലോഷൻസ് അല്ലെങ്കിൽ സൺസ്ക്രീൻ സെറംസ് അല്ലെങ്കിൽ സൺസ്ക്രീൻ ഓയിൽ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ അതൊന്നും യൂസ് ചെയ്ത്, കാരണം ഇതൊക്കെ എക്സ്ട്രീംലി ഗ്രീസി ആക്കും. ഇപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയാലോ ഗ്രീസിനെസ് അല്ലെങ്കിൽ തിക്ക് ആയിട്ടുള്ള സൺസ്ക്രീൻ, അങ്ങനെയൊക്കെയുള്ള സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്തിട്ട് ജെൽ ടൈപ്പ് സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നല്ല ഓയിൽനെസ് ഉള്ള ആൾക്കാരാണെങ്കിൽ മാറ്റ് ഫിനിഷ് സൺസ്ക്രീനും നല്ലൊരു ഓപ്ഷനാണ്. അടുത്ത ചോദിക്കാറുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഓരോ പ്രാവശ്യം സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യുമ്പോഴും ഫേസ് വാഷ് ചെയ്യണം? വേണ്ട, ഓരോ പ്രാവശ്യം സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വിയർപ്പുണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് മാറ്റിയിട്ട്, സാധാരണ നമ്മൾ ഹാൻഡ് ടവൽ ഉണ്ട് അങ്ങനെ തുടച്ച് മാറ്റിയിട്ട് റീ അപ്ലൈ ചെയ്താൽ മതി. ഓരോ പ്രാവശ്യം ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പിന്നെ അൺലെസ് ഓർ അണ്ടിൽ നിങ്ങളുടെ ഫേസിൽ ഒരുപാട് അഴുക്കുണ്ട്, അതായത് നിങ്ങളിപ്പോ പൊടി കൊണ്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് പുറത്ത് അഴുക്കുണ്ട് നമുക്ക് തോന്നിയാൽ ഫേസ് വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത്രയായിരുന്നു സൺസ്ക്രീനെ പറ്റിയുള്ള കുറെ ഡൗട്ട്. കുറെ ആൾക്കാർ ഇപ്പൊ റീസെന്റ് ചോദിച്ചൊരു ചോദ്യമായിരുന്നു സെറത്തിന്റെ അകത്ത്, അല്ലെങ്കിൽ കുറെ ഞാൻ എന്തെങ്കിലും കോജിക് ആസിഡ് നല്ലതാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ കമന്റ് ബോക്സ് ചോദിക്കാറുണ്ട്, എന്റെ സ്കിൻ ടൈപ്പ് ഇന്നതാണ് അതുകൊണ്ട് എനിക്ക് കോജിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്റെ സ്കിൻ ടൈപ്പ് ഇതാണ് അതുകൊണ്ട് എനിക്ക് നിയാസിനമൈഡ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് കോജിക് ആസിഡ് അല്ലെങ്കിൽ നയാസിനമൈഡ്, അതല്ലെങ്കിൽ വിറ്റാമിൻ സി, അതല്ലെങ്കിൽ നമ്മുടെ റെറ്റിനോള്, അതല്ലെങ്കിൽ നമ്മുടെ ആൽഫാർബിറ്റിൻ, അസലിക് ആസിഡ്, ടാനക്സാമിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് ബേസ് ചെയ്തിട്ടുള്ള ആസിഡ്സ് അല്ല. അപ്പം നമുക്ക് പ്രത്യേകിച്ച് കൺസേണിന് വേണ്ടിയിട്ടുള്ള ആസിഡ്സ് ആണ്. മാത്രമല്ല ഗ്ലൈക്കോളിക് ആസിഡ് ആയാലും സാലിസിലിക് ആസിഡ് ആയാലും അല്ല ഹൈഡ്രോണിക് ആസിഡ് ആയാലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് മറ്റു എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സിറംസും ആണ്. അപ്പൊ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ബ്ലൈൻഡ്ലി വാങ്ങിക്കാതെ അതിനകത്ത് സ്കിൻ ചിലപ്പോൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ഓയിലി സ്കിൻകാർക്കായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലമ്മിന്റെ വിറ്റാമിൻ സി സെറം കുറച്ച് ഓയിലി സ്കിൻകാർക്ക് വേണ്ടി ഫോർമുലേറ്റ് ചെയ്തിട്ട്, അല്ല പ്ലമ്മിന്റെ അല്ല മിനിമലിസ്റ്റ് വിറ്റാമിൻ സി സെറം കുറച്ച് ഓയിലി സ്കിൻകാർക്ക് വേണ്ടി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫോർ ഓയിലി സ്കിൻ, അങ്ങനെ നോക്കിയാൽ മതി. അല്ലാണ്ട് ഈ സിറംസ് എല്ലാം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സാലിസിലിക് ആസിഡ് സിറം മാത്രമേ എൻ്റെ ഒരു POVയിൽ മറ്റുള്ള സ്കിൻ ടൈപ്പുകാർക്ക് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. കാരണം ഇപ്പൊ നിങ്ങളുടേത് നല്ല ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും അല്ലെങ്കിൽ പിമ്പിൾസും, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരാനുള്ള ചാൻസ് കുറവാണ്. സ്റ്റിൽ അതാണെങ്കിലോ അല്ലെങ്കിൽ പിമ്പിൾസ് ഇല്ലെങ്കിലോ നിങ്ങൾക്ക് ഒരു സാലിസിലിക് ആസിഡ് സിറത്തിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഇത് ഈ കൺസേൺസ് ഒന്നും ഇല്ലല്ലോ. സോ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് സിറത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ വെറുതെ യൂസ് ചെയ്താൽ സ്കിൻ ഓവർ ആയിട്ട് ഡ്രൈ ആവും. അപ്പൊ അതൊരു സൈഡ് എഫക്റ്റ് ആയിട്ടുണ്ട്. ബാക്കി എല്ലാ സിറംസും അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള സിറംസ് അല്ല. കോജിക് ആസിഡ് ആണെങ്കിൽ നിങ്ങളിപ്പോ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ്, നിങ്ങളുടെ ഓയിലി സ്കിൻ ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുമ്പോൾ ആക്നെ പ്രോൺ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ബാക്കി എല്ലാ സ്കിൻകാർക്കും അത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹൈഡ്രോണിക് ആസിഡ് സിറം എന്റെ POVയിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ കുറച്ച് ഹൈഡ്രേഷൻ വേണ്ടി അല്ലെങ്കിൽ സ്കിന്നിന് പ്ലംബി എഫക്ട് കിട്ടാനായിട്ട് ഹൈഡ്രോണിക് ആസിഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പം സിറത്തിന് പ്രത്യേകിച്ച് സാലിസിലിക് ആസിഡ് ഒഴിച്ചുള്ള ബാക്കിയുള്ള സിറത്തിന് പ്രത്യേകിച്ച് റീസൺ ഇല്ല ഉപയോഗിക്കാതിരിക്കാൻ. നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഏത് സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന ഫോർമുലേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഫോർമുലേഷൻസ് ഓരോ വിറ്റാമിൻ സി ആണെങ്കിലും ഓരോ കമ്പനിക്കാര് ഫോർമുലേറ്റ് ചെയ്യുന്ന കൺസിസ്റ്റൻസി വേറെ ആയിരിക്കും. പക്ഷെ അത് ഡെഫിനറ്റ്ലി അവരത് ബോട്ടിൽ ഇൻഫോം ചെയ്തിരിക്കും. ഒന്നുകിൽ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് കാണും, അല്ലെങ്കിൽ ഓയിലി സ്കിൻകാർക്കുള്ളതാണെങ്കിൽ അങ്ങനെ കാണും, അല്ലെങ്കിൽ ഡ്രൈ സ്കിൻകാരാണെങ്കിൽ അങ്ങനെ കാണും, കുഴപ്പമില്ല. സെറത്തിന്റെ വരുമ്പോഴത്തേക്ക് ഓൾ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാം. മോയിസ്ചറൈസറിൽ വരുമ്പോഴാണ് ഞാൻ പറയാറുള്ളത് ഓൾ സ്കിൻ ടൈപ്പ് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട്, എക്സ്ട്രീംലി ഓയിലി സ്കിൻകാരാണെങ്കിൽ ഒന്ന് അവോയ്ഡ് ചെയ്യുക എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ സിറത്തിന്റെ കാര്യം വരുമ്പോൾ അതൊരു പ്രശ്നമായിട്ടില്ല. ഇപ്പൊ ഹൈഡ്രോണിക് ആസിഡ് സിറം ആണ് ഡ്രൈ സ്കിൻകാർക്കാണെന്ന് പറഞ്ഞാലും അതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലി സ്കിൻകാർക്ക് യൂസ് ചെയ്യാം. കാരണം അതിനകത്ത് ഓവറായിട്ട് ഓയില് തരുന്ന സാധനങ്ങളില്ല. പക്ഷെ ഹൈഡ്രോണിക് ആസിഡ് ഏറ്റവും നല്ലത് ഓയിലി സ്കിൻകാർക്കാണ്. അതുപോലെയാണ് സാലിസിലിക് ആസിഡ് സിറത്തിന്റെ ബോട്ടിൽ ചിലപ്പോൾ കാണും ഫോർ ഓയിലി സ്കിൻ എന്ന്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഡ്രൈ സ്കിൻകാർക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ ഒന്ന് എന്താ പറയുക, പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യരുത്, വീക്കിലി വൺസോ ട്വൈസോ ഒക്കെ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ പിമ്പിൾസ് ഉള്ളത് അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകില്ല. സോ സെറംസ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് നിങ്ങളുടെ കൺസേൺ അനുസരിച്ച് യൂസ് ചെയ്താൽ മതി. ബ്ലൈൻഡ് ആയിട്ട് എല്ലാവരും കോജിക് ആസിഡ് സെറം ബ്രൈറ്റ്നസിന് വേണ്ടി ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാം അങ്ങനെ വിചാരിച്ച് യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആ സെറം മാത്രം പിക്ക് ചെയ്ത് യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരാളുടെ സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിന്റെ കൺസേൺ ഏതാണോ നോക്കിയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത് വന്ന കുറച്ച് 2-3 പേര് ഇപ്രാവശ്യം റീസെന്റ് ഇടയ്ക്ക് കുറച്ച് ചോദിച്ചതായിരുന്നു. അത് യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റയിലും ഒക്കെ ചോദിച്ചിട്ടുള്ള ഡൗട്ടായിരുന്നു. നമ്മൾ ഗ്ലൂട്ടാത്തയോൺ IV എടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നിൽക്കുമെന്ന്. ഇല്ല. ഫസ്റ്റ് മനസ്സിലാക്കുക, ഗ്ലൂട്ടാത്തയോൺ ഓൾറെഡി നമ്മുടെ ബോഡിയിലുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ ലിവർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ആദ്യമേ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ക്യാൻസർ പേഷ്യന്റൊക്കെ ആന്റി ഓക്സിഡന്റ് ശരീരത്തിൽ കുറയുന്നത് കൊണ്ട് അവർക്ക് ഇങ്ങനെ IV അയച്ച് കൊടുത്തപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇല്ല, ഒരാൾക്കോ അല്ലെങ്കിൽ 10 പേരെടുത്തതിനകത്ത് ഒരാൾക്കും എന്തോ ഇങ്ങനെ ഒരു വൈറ്റ് കളർ വന്നു. അത് പിന്നെ ഒരു മാർക്കറ്റിംഗ് ആയിട്ട്, ബ്യൂട്ടി എപ്പോഴും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അതൊരു മാർക്കറ്റിംഗ് ആയിട്ട്, ബ്യൂട്ടിയിൽ ഫെയർനെസ്, അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് ഇതാക്കി എടുത്തിട്ട് എല്ലാവർക്കും, കാരണം ആന്റി ഓക്സിഡന്റ് ആണ് കൊടുത്തു കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. IV ആയിട്ട് ഡോക്ടേഴ്സ് IV ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് 6 month ഡ്യൂറേഷനിൽ ആൾക്കാർ പോയി IV എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ അത് എത്രത്തോളം ആൾക്കാർക്ക് അത് വൈറ്റ്നസ് തരുമെന്ന് വെച്ചാൽ അത് നമുക്ക് ഒരു ഇത് പറയാൻ പറ്റത്തില്ല. എന്താ പറയുന്നത്, കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ യൂസ് ചെയ്താൽ അതിന് റിസൾട്ട് കിട്ടും അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആന്റി ഓക്സിഡന്റ് ആണ്, നമുക്ക് സൺ ഡാമേജിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ടാനിങ് വരാതെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടും. അതൊരു ഫാക്ടറാണ്. അതിന്റെ കൂടെ നിങ്ങൾ സൺസ്ക്രീൻ കൂടെ യൂസ് ചെയ്യുന്നെങ്കിൽ ഫലമുള്ളൂ. അപ്പൊ നമ്മൾ ആന്റി ഓക്സിഡന്റ് സ്കിന്നിൽ കൊടുക്കുമ്പോഴത്തേക്ക് ടാനിങ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കുള്ള നാച്ചുറൽ കളർ എപ്പോഴും പുറത്തോട്ട് വരും. അപ്പൊ അതൊരു വൈറ്റ്നസ് ആയിട്ട് നമുക്ക് തോന്നുന്നതാണ്. അല്ലാണ്ട് ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിച്ച് എല്ലാവരും വൈറ്റ് ആവാനൊന്നും പോണില്ല. നിങ്ങളുടെ നാച്ചുറൽ സ്കിൻ കളറിന് ഒരുപാട് ചേഞ്ച് വരാൻ പോണില്ല. 6 month മാത്രമേ അതിന്റെ റിസൾട്ടും കിട്ടും. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എടുത്തോണ്ടും ഇരിക്കേണ്ടി വരും. പിന്നെ ടു ബി ഫ്രാങ്ക്, ഇതിന്റെ കംപ്ലീറ്റ് റിസൾട്ട് എന്താണെന്ന് ഇന്നും കംപ്ലീറ്റ് സ്റ്റഡീസ് ഇതുവരെ നടത്തിയിട്ടില്ല. കാരണം ലൈഫ് ലോങ് ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ കാരണം നമുക്കിപ്പം ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കേണ്ടത് അവർക്ക് ഗ്ലൂട്ടാത്തയോൺ IV അവർക്ക് ആവശ്യമായിട്ടുള്ളതുകൊണ്ടാണ്. നോർമലി നമ്മൾ വെറുതെ ഒരു IV എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ട്, ഗ്ലൂട്ടാത്തയോൺ IV എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ള വലിയ സ്റ്റഡീസ് ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട് പറയാൻ പറ്റത്തുള്ളൂ. അത് കാരണം ഞാൻ ഈ പറയുന്നത്, നമ്മൾ പേപ്പേഴ്സ് ഒക്കെ, റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ ഇറക്കും. അങ്ങനെ ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് ഒന്നും ഇതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് കിട്ടാനില്ല. ബുക്സ് ആയാലും പേപ്പേഴ്സ് ആയാലും ഒന്നും കിട്ടാനില്ല. സോ അതൊന്ന് ശ്രദ്ധിക്കുക. പക്ഷെ വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്നാണ് ഇതുവരെയുള്ള മെഡിക്കൽ റിസർച്ചുകൾ പറയുന്നത്. അതും ഒരു ഫാക്ടറാണ്. ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ നീ ഗ്ലൂട്ടാത്തയോൺ IV എടുക്കോ, അല്ലെങ്കിൽ സത്യത്തിൽ ഞാനൊരു ഫെയർനെസ് പുറത്ത് പോണ ഒരാളല്ല. അപ്പൊ എന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ബ്രൗൺ കളർ ആണെങ്കിൽ പോലും എന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീ ഗ്ലൂട്ടാത്തയോൺ IV പോവോ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ IV പോവോ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയും, ഞാനൊരു വിറ്റാമിൻ ബേസ് ചെയ്തിട്ടുള്ള IV പോകും. കാരണം അത് നമ്മുടെ ബോഡിക്ക് നല്ലതാണല്ലോ. സോ അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു IV പോയാലും ഞാൻ ഗ്ലൂട്ടാത്തയോൺ IV പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ അതാണ് ചാൻസ് അല്ല, ഞാൻ പോകത്തില്ല. കാരണം അത് മാർക്കറ്റ് ചെയ്യുന്ന രീതി എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ചില മാർക്കറ്റിംഗ് രീതി ഇഷ്ടമില്ല. ഞാൻ പ്രൊഡക്റ്റ് എത്ര നല്ലതായാലും ഞാൻ യൂസ് ചെയ്തില്ല. സോ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ മിക്കവാറും ഒരു 99.999% ഞാൻ ഗ്ലൂട്ടാത്തയോൺ IV റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ബോഡിക്ക് എന്തെങ്കിലും ക്ഷീണമോ ആന്റി ഓക്സിഡന്റ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പോയി ഗ്ലൂട്ടാത്തയോൺ IV എടുക്കാം. അതിനേക്കാളും നല്ല രീതിയിൽ ആന്റി ഓക്സിഡന്റ് ഫുഡ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ എഫക്ട് സെയിം തന്നെ കിട്ടുകയും ചെയ്യും. അത് വേറെ എഫക്ട്. സോ അതാണ് ഗ്ലൂട്ടാത്തയോണിന്റെ ലൈഫ് ലോങ് എഫക്ട്. സോ ഇന്നത്തെ Q&Aയിൽ നമ്മൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് സംസാരിച്ചത്. സൺസ്ക്രീൻ, പിന്നെ സൺസ്ക്രീനെ കുറിച്ചുള്ള കുറച്ച് മിത്ത് ബ്രേക്കേഴ്സ്, പിന്നെ ഗ്ലൂട്ടാത്തയോൺ IV, അതുപോലെ സെറങ്ങളെ പറ്റിയിട്ടും. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. എനിക്കറിയാം ഈ Q&Aക്ക് വേണ്ടി കുറച്ച് പേരേ ഉള്ളൂ, പക്ഷെ അവര് കറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള അവരല്ലാതെ വേറെ ആൾക്കാരൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും, തേഴ്സ്ഡേയും, സൺഡേയും വരുന്ന ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.